അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായ പോലും നമ്മൾ ആരും ഞെട്ടേണ്ടതില്ല. അങ്ങനെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. ഈ സംസാരിച്ചത് ജയശങ്കര വക്കീലാണ്. എനിക്ക് ഈ മനുഷ്യൻ വലിയ വിശ്വാസമില്ല. ഇത് എപ്പോഴാണോ ആരെങ്കിലൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോഴൊക്കെ അവര് അടിപടലം മൂഞ്ചി തോറ്റുപോയിട്ടുണ്ടാവും. ഇപ്പൊ ജയശങ്കര വക്കീൽ പറയുന്നത് LDF തീർച്ചയായിട്ടും ഒരു മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു മൂന്നാം സർക്കാരുമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉദയം ചെയ്യുമെന്നാണ് ഇദ്ദേഹം ഒരു പരിപാടി ഇടയ്ക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒന്ന് കേട്ടോ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കാണുന്നത് സത്യത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ LDFന്റെ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും UDFന്റെ LDFനോട് കിട്ടി. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം എന്നപോലെ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായ പോലും നമ്മൾ ആരും ഞെട്ടേണ്ടതില്ല. അങ്ങനെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ തലയിലെഴുത്ത് പോലെ ഇരിക്കുമല്ലോ. ഇദ്ദേഹം പറയുന്നത് ഈ തലയിലെഴുത്ത് എന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും UDFനെ ആയിരിക്കും. ഞാൻ ഇദ്ദേഹത്തിന് വർത്തമാനം കേൾക്കുമ്പോൾ തലയിലെടുത്ത പോലെ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ തന്നെ വരണമെന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചില ആഗ്രഹങ്ങളൊക്കെ പണ്ടും സംഭവിച്ചിട്ടുണ്ട്. അത്തരം ആഗ്രഹമുള്ള സമയത്ത് മുഴുവൻ അന്ന് UDF ജയിക്കണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ വീണ്ടും പിണറായി വിജയൻ സർക്കാർ വരികയും ചെയ്തത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ സാധ്യത പറയുന്നത് തീർച്ചയായിട്ടും മിക്കവാറും ഇത്തവണ LDF അടപടലം മൂഞ്ചി തോൽക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ചില വർത്തമാനങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം ഇങ്ങനെ മുളപൊട്ടുന്നത്. അടുത്തൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്. വീഡിയോയാണ്. LDFന് ഇനിയിപ്പോ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് യുവ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ പറയാം. കാരണം അധികാരത്തിൽ വരില്ലല്ലോ, അധികാരത്തിൽ വരില്ല അവര്. അപ്പൊ അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ചോ യുവ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമല്ലോ അവർക്ക്. അവര് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തിയിട്ടല്ലേ മത്സരിച്ചത്, അല്ലെ? 10,000 ബോർഡ് വെച്ചിട്ടല്ലേ അവര് മത്സരിച്ചത്, അല്ലെ? പിണറായി 3 എന്നല്ലേ അവര് പറഞ്ഞത്. അവരുടെ ക്യാമ്പയിനിൽ എല്ലാത്തിലും മൂന്നാം പിണറായി ഭരണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് ഭരണം ഒരു കാരണവശാലും വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അദ്ദേഹത്തിന്റെ VD സതീശൻ ചേട്ടൻ പലപ്പോഴും പറയുന്നത് ഇപ്പൊ കേരളത്തിലെ പല ജനങ്ങളും വിശ്വസിക്കാതായിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് പിണറായിയെ മുൻനിർത്തിയിട്ടാണ് ഈ ഇലക്ഷൻ LDF മുന്നോട്ട് കൊണ്ടത്. ഒരു സംശയമില്ല, പിണറായിയുടെ തലയായിരുന്നു എല്ലായിടത്തും. പിണറായി വിജയൻ സർക്കാർ 3.0 എന്ന് തന്നെയാണ് പ്രചാരണ ആയുധമാക്കി എടുത്തത്. അത്രത്തോളം വിശ്വാസത്തിലേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഭരണം എന്നുള്ളതാണ് LDF കണക്കാക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ട് വരാം, അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരാം എന്ന വർത്തമാനമൊക്കെ പറയുന്നത് ഇപ്പോൾ LDF എന്നാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത്. ഇനിയൊരു വലിയ പ്രശ്നം, പിണറായി വിജയന്റെ ഫ്ലെക്സുകൾ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കേൾക്കണം കേട്ടോ, ഉത്തരം ഭയങ്കര രസകരമാണ്. അല്ല, അത് ഞങ്ങൾക്ക് നല്ല അനുകൂലമായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആളുകളൊക്കെ പെട്ടെന്ന് ഇതായി. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ ബോർഡുകളൊക്കെ. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു, അവയെല്ലാവരും പെട്ടെന്ന് ഡൗൺ ആയി. അങ്ങനെയല്ല ഇലക്ഷൻ കാലത്ത് പ്രവർത്തകർ. അപ്പൊ ഞാൻ പറഞ്ഞു സമാധാനിച്ചു, അത് നമുക്ക് അനുകൂലമായി മാറും. അമിതമായ പ്രചരണം അത് സർക്കാരിന്റെ കാശ് കൊണ്ടാണ് നടത്തിയതെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിന്റെ പണമാണ് ഉപയോഗിച്ചത്. 6 മാസം ജനങ്ങൾ പറയുന്ന വേറെ വർത്തമാനം എന്താണെന്ന് വെച്ചാൽ VD സതീശൻ ചേട്ടാ, താങ്കൾ അടക്കമുള്ള ആളുകള് വയനാട് വീട് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പിരിച്ച പൈസ മുഴുവൻ നിങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു, നാട്ടുകാർക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തു എന്നൊക്കെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. നമ്മളാരും അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നുള്ള സംഗതി ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ പണം എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു? തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ തുടങ്ങിയ വർക്കാണ്, കോടികളാണ്. ഞാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു തരാം. ഫിനാൻസിൽ നിന്ന് ഓരോന്ന് പാസ്സാക്കി പോകുന്നത് ഭയങ്കര രസമാണ്. ആ ഒരു എന്താണ് വയനാട് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അത് ഏതൊരു നോട്ടീസിന്റെ പുറകില് പച്ചക്കറിക്ക് എഴുതുന്നമാരെയൊക്കെ എഴുതിയിട്ട് കൂട്ടി നമ്മുടെ മുമ്പിലേക്ക് തന്ന ടീമാണ്. ഇനി ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ പരസ്യത്തിന് വേണ്ടിയിട്ടും LDFന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പൈസ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നാട്ടുകാർ വിശ്വസിക്കുക? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം തിരിച്ചാ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ ഒരു പത്രസമ്മേളനത്തിൽ ഉണ്ടായില്ല.
ഇനി സംഗതിയൊക്കെ എന്റെ സംശയങ്ങൾ ആക്കൂട്ടുന്ന രീതിയിൽ പറയുന്നത് ഇവർ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഉപമുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി. അത് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇങ്ങനെയാണ്. SIR ഗുണം ചെയ്തിട്ടുണ്ടോ? ആയിക്കോട്ടെ, അത് രണ്ടുമുണ്ട്. കാരണം SIR കേരളത്തിൽ നല്ലതാണ്. കാരണം ആവശ്യമില്ലാത്ത ഡബിൾ വോട്ടുകള്, മരിച്ചവര്, സ്ഥലത്തില്ലാത്തവരൊക്കെ ഈ വോട്ടർ പട്ടിക കിടക്കുകയാണ്. പക്ഷെ SIR വന്നതോടുകൂടി ഇതൊക്കെ മാറി. ഇതൊക്കെ മാറിയെന്ന് മാത്രമല്ല SIR അല്ല സഹായകരമായിട്ടുണ്ട് എന്നുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഫൈനൽ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏതായാലും കംഫർട്ടബിൾ ആയ കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാർട്ടി ഐക്യം പൂർണ്ണമായിട്ടുണ്ടാവും. അത് ഹൈക്കമാൻഡ് ഒരുമാതിരി ചോദ്യമാണല്ലോ. തെരഞ്ഞെടുപ്പ് വിജയം വന്നതിന് ശേഷം ഈ ഐക്യം ഉണ്ടാവോ, അത് നിങ്ങൾ തമ്മിൽ തല്ലൂടെന്ന് ചോദിക്കുന്നത്? ആ ചോദ്യമൊക്കെ വളരെ അസ്ഥാനത്തുള്ള ചോദ്യങ്ങളാണ്. ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കേരളത്തിലെ സീനിയർ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം എല്ലാവരും ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള അതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. വളരെ വൃത്തിയായിട്ട് അടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തല. രണ്ട് പേരാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. VD സതീശൻ, 2 രമേശ് ചെന്നിത്തല. ഇത് നായരനാണോ ഇനിയിപ്പോൾ മറ്റുള്ള ജാതി എന്തുവാടേ വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും നായന്മാർക്കാണ് മുൻതൂക്കം കൊടുക്കാറുള്ളത്. ആര്? ഈ UDF-കാര്. ഇനി അങ്ങനെ വല്ല സംഭവിക്കുന്നതാണ്. 2ാം സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം. അത് തീർച്ചയായിട്ടും നമ്മുടെ മുസ്ലിം ലീഗ് കൊടുക്കണമെന്ന് അറിയാതെ എങ്കിലൊക്കെ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേട്ടോക്കൂ. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിം ആയിട്ട് ഞങ്ങളിപ്പോ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. അത് നേരത്തെ CH മുഹമ്മദ് ഖാൻ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അബൂബക്കർ കുട്ടി നഹാസ് സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോ ഇനിയും അത് ഞങ്ങൾക്ക് അർഹതയുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ക്ലെയിം ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. മനസ്സിലായില്ലേ? അർഹത ഉണ്ട്, പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഇനി കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുക പോലൊക്കെ അത്ര ആവട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവരെ ഇപ്പോഴത്തെ തന്നെ ഇവരെ വാക്കിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിക്കണം. ഇനി എങ്ങാനും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര കാലമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൊടുക്കൂ? സ്കൂളുകളൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് നടന്നു പോവോ? ബാലവാടിയിൽ ഭക്ഷണമൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിഷ്കരണം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ റേഷൻ കടയിലൊക്കെ കൃത്യമായിട്ട് അരി കിട്ടുന്നുണ്ട്. ഇനി അത് അതുപോലെ തന്നെ കിട്ടുമോ? വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇനി അത് കിട്ടുമോ? നമ്മുടെ സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രായമായവർക്ക് 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അത് കിട്ടുമോ എന്ന സംശയങ്ങളൊക്കെ ഇന്ന് പലപ്പോഴും ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഇനി സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിന്റെ വർത്താനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഈ പറഞ്ഞ പരിപാടി മുഴുവൻ ഇവരെങ്ങനെ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ പാടെ തമസ്കരിക്കാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും കാണുന്നുണ്ട്. കേട്ടോക്കുന്നേ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. 5 മിനിറ്റിനകം മുഖ്യമന്ത്രി കണ്ടെത്താൻ കഴിയുമെന്നാണ് സതീശൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് വേണല്ലോ. കാരണം ഒന്നിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ഇതിലൊക്കെ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട്. എല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ നല്ല നിലക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കണം. കോൺഗ്രസിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലല്ലോ. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടും 1-2 ദിവസം ചർച്ച ചെയ്ത് അവസാനം നല്ല തീരുമാനങ്ങൾ വന്നില്ലേ? വലിയ പൊട്ടിത്തെറി ഒന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ അവർ തീരുമാനിച്ചിട്ട് ഉടനെ കർമ്മപദത്തിലേക്കാണ്. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. എന്താ ചെയ്യാ എന്ന് ഖജനാവ് കാലിയാണ്. ഒരു മിനിറ്റ് ആളുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കൂ. ഇനി അങ്ങോട്ടുള്ള ഡയലോഗുകളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെങ്കിൽ ഇദ്ദേഹം ധനമന്ത്രി ആവുകയാണെങ്കിൽ ആയാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഇദ്ദേഹം മുൻകൂട്ടി കരുതുന്നുണ്ട്. അല്ലെങ്കിൽ UDF അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോഴേ ഈ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, നഷ്ടത്തിലൊന്നുമല്ല കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്, കൃത്യമായിട്ടും ലാഭത്തിൽ തന്നെയാണ്. ഇത്ര കോടി രൂപ ഇപ്പം നമുക്ക് നീക്കിയിരിപ്പുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിനെയാണ്
ഇപ്പം തന്നെ UDF ആളുകൾ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇപ്പോഴേ ഒരല്പം കടത്തിലാണെന്ന്. കടത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം ഇവർ പറയുന്നത് കടത്തിലാണെന്നാണ്. അപ്പം ഇനി സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ വിശ്വസിക്കുക എന്താണ്, കടത്തിലേക്കാണ് ഇവർ കയറുന്നത്. അത് മുഴുവൻ LDF ഉണ്ടാക്കി വെച്ചതാണ്. ഇവർക്കിനി ഒന്നും ചെയ്യാൻ വഴിയില്ല. ഇനി ഇങ്ങനൊക്കെ തള്ളി നീക്കി പോവുക, വേറെ വഴിയൊന്നുമില്ല എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് വല്ല സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആരും മുദ്രാവാക്യം വിളിച്ചു വരണ്ട, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല LDF ഉണ്ടാക്കിയതാണ് എന്നർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതൊക്കെ കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. എന്താ ചെയ്യുക എന്നുള്ളത് കൂടി ഇരുന്ന് തീരുമാനിക്കണം. അലാവുദ്ദീന്റെ അത്ഭുതം ആൾക്കാരല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ. ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റതാണ്. ഞാൻ വെറുതെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്ന വിചാരം അതല്ല, പണത്തിന് പണം വേണം. അതുകൊണ്ട് ഫണ്ടുണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആ റൈറ്റ് ട്രാക്കിലേക്ക്, ഉമ്മൻചാണ്ടി പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു, ആ റൈറ്റ് ട്രാക്കിലേക്ക് സംസ്ഥാനത്തെയും കൊണ്ടുവരണം, സംസ്ഥാനത്തിന്റെ ഖജനാവിനെയും കൊണ്ടുവരണം, ഭരണം കുറ്റമറ്റതാക്കണം. അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ നാട്ടുകാരെ, ഏകദേശം വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണം കുറ്റമറ്റതാക്കുന്നതിനേക്കാൾ അപ്പുറം ഇപ്പം തന്നെ പറയുന്നത് ഖജനാവ് ഇപ്പം തന്നെ കാലിയാണെന്നാണ്. അപ്പോൾ ഇനി ഇവരങ്ങ് അധികാരത്തിൽ കയറിയിട്ട് നമ്മൾ മലയാളികൾ പെൻഷൻ കിട്ടുന്നില്ല എന്നോ മറ്റൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും ഖജനാവ് കാലിയാണെന്നേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ അവന്മാർ തൂത്തെറിഞ്ഞിട്ടാ പോയേ. ഇനി സംഗതി അവിടെ കിടക്കട്ടെ. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഗംഭീര ലിസ്റ്റുണ്ട്. അത് നമ്മുടെ പൂഞ്ഞാറിലത്തെ ഒരാളാണ് പറഞ്ഞിട്ടുള്ളത്. ഡയലോഗ് ഇങ്ങനെയാണ്: പിണറായി വിജയനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഈ ഗവൺമെന്റ് ഇലക്ഷൻ കഴിഞ്ഞുള്ള ഗവൺമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, പിണറായി വിജയനെതിരെ ഞാൻ നടത്തിയ നിയമയുദ്ധങ്ങൾ ചെന്നെത്തേണ്ടിടത്ത് എത്തി നിൽപ്പുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ 3 പ്രതിയായി എറണാകുളം സ്പെഷ്യൽ കോർട്ട് 7-ൽ SFIO അന്വേഷണം പൂർത്തീകരിച്ച് 3-ാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. തൊട്ടുപുറകെ പിണറായി വിജയൻ വരുന്നുണ്ട്. 6 മാസങ്ങൾക്കകം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, 6 മാസങ്ങൾക്കകം കയ്യിൽ വിലങ്ങണിയിച്ച് ഒരു മുൻ മുഖ്യമന്ത്രിയും മകളും ഈ തെരുവിലൂടെ നടന്നു പോകുന്ന കാഴ്ച കേരള സമൂഹം കാണും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. അതോടുകൂടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സൊക്കെ തകർന്നു. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കേന്ദ്രത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു 6 മാസത്തിനുള്ളിൽ സംഗതിക്കൊരു തീരുമാനമാവും. നമ്മുടെ പിണറായി വിജയനെയും മകളെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവൻ വിലങ്ങണിച്ച് കേരളത്തിന്റെ ആ പുത്തൻ തെരുവിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നതാണ് ഷോൺ ജോർജ് വിളിച്ചു പറയുന്നത് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പിതാവിനെ നമുക്കറിയാലോ. ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ്. അതേ കണക്കിന് മകൻ കൂടി മാറുകയാണോ എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനല്ല, ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് വരുമെന്നതിനാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഉദ്ദേശിക്കുന്നത്. ഏത് ഗവൺമെന്റ്? UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നേരിൽ കാണാം. ബൈ.